ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ആ ഒരു കുർത്തിയുടെ ലോങ് വീഡിയോ ആട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്ര മീറ്റർ തുണിയാണ് എടുത്തത്, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്നൊക്കെ നിങ്ങളോട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാവേ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആകും കേട്ടോ. ബിഗിനേഴ്സിന് മാത്രമല്ല, സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആകും. ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ ഇത്. കാരണം അത്രയ്ക്ക് എളുപ്പമാണ് നമ്മുടെ ഈ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കാൻ വേണ്ടി. അപ്പം ഞാനിവിടെ മൊത്തം 3 മീറ്റർ തുണിയായിരുന്നു എടുത്തത്. കോട്ടൺ ഫാബ്രിക് ആട്ടോ ഞാൻ എടുത്തത്. അതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 43 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് 42 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പൂടി ഇട്ടാണ് ഞാനിവിടെ 43 മൊത്തം എടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻറ്റിലേക്ക് പോകാം. അപ്പോൾ ദേ ആദ്യം തന്നെ ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു. താഴേക്ക് നമുക്ക് ആം ഹോള് ഒരു 7 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഷോൾഡർ 7 ഇഞ്ച് എടുത്തു, താഴേക്ക് ആം ഹോള് 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ദേ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് ഞാനിവിടെ എടുക്കുന്നത് 36ആണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 36നെ 4 ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 9 കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് 11 ഇഞ്ചാട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റിൻ്റെ അളവ്. നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ദേ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ലെന്ത് നോക്കാം. വേസ്റ്റ് ലെന്ത് ഞാനിവിടെ എടുക്കുന്നത് 14 ആട്ടോ. അപ്പോൾ വേസ്റ്റ് ലെന്ത് ദേ 14 ഞാനിങ്ങനെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേസ്റ്റിൻ്റെ അളവ് നോക്കാം. അപ്പം നിങ്ങളുടെ അളവ് എത്രയാണോ അതിൻ്റെ കൂടെ 4 ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പിൻ്റെ ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ ഇട്ടിട്ട് വേണം കേട്ടോ എപ്പോഴും മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതേ വേസ്റ്റ് ഞാനിവിടെ ആണെങ്കിൽ 36 എടുക്കുന്നത്. അതിൻ്റെ കൂടെ 4 അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 2 ഇഞ്ച് കൂടെ ഇട്ടിട്ട് 11 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ദേ ഇങ്ങനെ കുർത്തി മോഡലാണല്ലോ, അപ്പോൾ താഴെ വരെ ദേ നമുക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് കഴുത്തിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. അപ്പോൾ കഴുത്തിന് ഞാനിവിടെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. 3 ഇഞ്ച് താഴേക്കും 3 ഇഞ്ച് വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്തതിന് ശേഷം അതിങ്ങനെ ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം. അപ്പം ഏത് നെക്ക് വേണേലും വെക്കാം. ഞാനിപ്പോൾ ഇതിന് ഒരു റൗണ്ട് നെക്കാട്ടോ വെക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുത്തതിന് ശേഷം ഒരു യു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതായത് റൗണ്ട് നെക്കാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് യു ഷേപ്പ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഫ്രണ്ട് പീസ് ഒരു പാനൽ കട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 4 ഇഞ്ച് വിട്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് താഴെ വരെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് എന്തോരം വേറെ പീസ് സെപ്പറേറ്റ് ആഡ് ചെയ്യണോ അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 4 ഇഞ്ച് വിട്ടിലാട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടോട്ടൽ വരുമ്പോൾ ഒരു ഓപ്പൺ ചെയ്തിടുമ്പോൾ ഒരു 8 ഇഞ്ചൊക്കെ നമുക്ക് വരുവേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് താഴെ വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ 1 ഇഞ്ച് ദേ ഇങ്ങനെ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തു. അതിനുശേഷം ഞാനാണെങ്കിൽ ഷോൾഡർ സ്ലോപ്പ് ഇടാൻ വേണ്ടി 1/2 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ലാൻഡ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ചെരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി വരയ്ക്കാൻ വേണ്ടി നമ്മളെടുത്ത ആ ഒരു 7 ഇഞ്ചില്ലേ അതിൻ്റെ ഹാഫ് കണ്ടതിന് ശേഷം നമുക്കാണെങ്കിൽ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ കൈക്കുഴി നമുക്ക് എപ്പോഴും കുഴിച്ച് വേണം കേട്ടോ വരച്ചെടുക്കാൻ വേണ്ടി. അപ്പം ഞാനിവിടെ ഇപ്പം ഒരു ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നേ ഉള്ളൂ. അതിന് ശേഷമാണ് ഞാൻ ഫ്രണ്ടിലത്തെ കൈക്കുഴിയും ബാക്കിലത്തെ കൈക്കുഴിയും സെപ്പറേറ്റ് വരയ്ക്കുന്നത് കേട്ടോ. ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ ഒരു പീസിൻ്റെ കൂടെ തന്നെ 1/2 ഇഞ്ച് മാറ്റി ഞാൻ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ ഫ്രണ്ടിലത്തെ പീസാണല്ലോ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഫ്രണ്ട് പീസിൻ്റെ മെഷർമെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബാക്ക് പീസ് ഒരേപോലെ അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ബാക്ക് പീസിൻ്റെ മെഷർമെൻറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് പീസിൽ ഞാൻ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. എല്ലാം സെയിം മെഷർമെൻറ്റും കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞു തരാവേ.
അപ്പോൾ ഞാനിവിടെ ആകെ ഒരു മെഷർമെൻറ്റ് എടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ആ പാനൽ കട്ടിന് കൊടുക്കുന്ന ആ ഒരു 4 ഇഞ്ച് വിഡ്ത്തിൽ താഴെ വരെ നമ്മൾ ആദ്യം വരച്ചില്ലേ, അതുമാത്രമാണ് ഞാനിവിടെ അവോയ്ഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെയിം മെഷർമെൻറ്റാണ്. കഴുത്തും ഞാൻ റൗണ്ടിനൊക്കെയാണ് കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ മെഷർമെൻറ്റിലാകെ അതുമാത്രമായിട്ട് ഒരു വ്യത്യാസം വരുന്നത്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ എല്ലാം മാർക്ക് ചെയ്തെടുത്ത് നമുക്കാണെങ്കിൽ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് വരച്ചു. ഇനി നമ്മുടെ ബേസ് ലെന്ത് മാർക്ക് ചെയ്തു. ഇങ്ങനെ നമ്മൾ കർവായിട്ട് വരച്ചെടുത്തു. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തത് നമുക്ക് ഒരേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, നമ്മുടെ ഫ്രണ്ടിലത്തെ പീസിൻ്റെ കൈക്കുഴി നമ്മളാണെങ്കിൽ കുഴിച്ചു വെട്ടണം. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാം ഒരേപോലെ വെട്ടിയതിന് ശേഷം 2 പീസ് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു രൂപത്തിലായിരിക്കും കേട്ടോ കിട്ടുക. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഫ്രണ്ട് പീസ് പാനൽ കട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 4 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടില്ലേ, അത് നമുക്കിങ്ങനെ ഒന്ന് താഴെ വരെ കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിവിടെ വേറെ ഒരു കളറ് മെറ്റീരിയലാണല്ലോ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് താഴെ വരെ കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം നമുക്കാണെങ്കിൽ ആഡ് ചെയ്യേണ്ട ആ ഒരു എക്സ്ട്രാ പീസില്ലേ, അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു അളവ് ഇതിലേക്ക് നമുക്കിങ്ങനെ ഒരേപോലെ വെച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വരച്ച് കാണിക്കുന്നത് ഈ ബിഗിനേഴ്സിനൊക്കെ എളുപ്പമായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ. ഇനി നമുക്ക് ആ ഒരു പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 18 ഇഞ്ചായിരുന്നു. ലെങ്ത് സെയിം നമ്മുടെ ഡ്രസ്സിന് വേണ്ടി നമ്മളെടുത്ത ആ സെയിം ഇഞ്ചാട്ടോ നമ്മൾ ലെങ്തും എടുക്കുന്നത്. അപ്പം നമുക്കിനിയാണെങ്കിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അതായത് 3 പീസ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 2 സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല കേട്ടോ. വെറുതെ എന്തിനാ സമയം കളയുന്നത്, അതുകൊണ്ടാട്ടോ ഞാൻ കാണിക്കാത്തത്. ജസ്റ്റ് ഇങ്ങനെ ഒരു എക്സ്ട്രാ പീസ് വെച്ച് നമുക്ക് 2 കഴുത്തും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡർ 2ഉം അറ്റാച്ച് ചെയ്ത് കൊടുത്ത് നമ്മുടെ ആ ഒരു കൈക്കുഴിയില്ലേ, കൈക്കുഴിയും ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡ്രസ്സ് റെഡി ആവും കേട്ടോ. ഭയങ്കര എളുപ്പമാണ് ഈ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കാൻ വേണ്ടി. അപ്പം നമുക്ക് അതുകൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ കണ്ടോ, കഴുത്ത് 2ഉം സ്റ്റിച്ച് ചെയ്തു, ഷോൾഡറും അറ്റാച്ച് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് കൈക്കുഴിയും നമുക്കൊരു അര ഇഞ്ച് വേണ്ട 1/4 ഇഞ്ച് അളവിൽ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഡ്രസ്സ് ഭയങ്കര എളുപ്പമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ കൂടെ ലൈനിങ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല, അതാട്ടോ എളുപ്പത്തിൽ ഇത് തയ്ച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ 2 കൈയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാലും ആയില്ലെങ്കിലും എന്നോട് കമൻറ്റിലൂടെ പറയണം കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണേ. ഞാൻ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പറഞ്ഞു തരാം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.